ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റെക്കോർഡ് ഹൈ തന്നെയാണ് നിഫ്റ്റിക്കും സെൻസെക്സിനും. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്ററായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിൽ നിന്ന് പുതിയ പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ CRR കട്ട് നടത്തിയിട്ടുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ചും ചൈനീസ് എക്കണോമിനെ സംബന്ധിച്ചും പൊതുവെ കോർപ്പറേറ്റുകൾക്കും പോസിറ്റീവാണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്തൊരു ഡിസിഷൻ തന്നെയായിരുന്നു. ഇന്ന് അനൗൺസ്മെൻറ്റ് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് ചൈനീസ് മാർക്കറ്റിലുണ്ട്. മെറ്റൽ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. ഒപ്പം നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. S&P 500 ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോമും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്ററായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $2,675.1 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ കമ്മോഡിറ്റികളും ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ മാത്രമാണ് താഴെ ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. $70.75 പെർ ബാരലിനാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ മെറ്റൽ സെക്ടറിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്ന് US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം, അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റുകൾ, ഇതൊക്കെയാണ് മെറ്റൽ സെക്ടറിൽ വീണ്ടും വലിയ രീതിയിലുള്ള റാലിക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലും നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ്. നമ്മൾ ഹിൻഡാൽക്കോ, അതുപോലെ തന്നെ സെയിൽ, ടാറ്റ സ്റ്റീൽ, JSPL, JSW സ്റ്റീൽ, ഇത്തരത്തിലുള്ള മെറ്റൽ റിലേറ്റഡ് സ്റ്റോക്കുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം NMDC അയൺ ഓർ പ്രൊഡ്യൂസിങ് കമ്പനിയാണ്. ഒപ്പം അവർ ഡയമണ്ട് മൈനിങ്ങിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നിരിക്കുന്നത് ലിഥിയം ബ്ലോക്കുകൾ അക്വയർ ചെയ്യാണ് ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലെല്ലാം. അപ്പോൾ ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഒപ്പം ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സ് ഇന്ന് നിഫ്റ്റിയിൽ എൻട്രിയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ട്രെൻഡിൻ്റെ എക്സ്പാൻഷൻ പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ട്രെൻഡ് നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇപ്പോൾ അറൗണ്ട് 220 PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 72 സ്റ്റോറുകളിൽ സ്റ്റാർ ബസാർ 10 സിറ്റികളിലുള്ളൂ. ഇപ്പോൾ അവർ ഓൾ ഓവർ ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ട്രെൻഡിനെ സംബന്ധിച്ച്. അതിൻ്റെ ഇക്വിറ്റി ബേസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റിക്ക് വളരെയധികം ഹൈ ആയിട്ട് കൂടാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ ട്രെൻഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു മെർജർ ന്യൂസ് വളരെ പോസിറ്റീവായി വന്നൊരു സീക്വൻസ് സയൻറ്റിഫിക് ആണ്. വിയാഷ് ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് മെർജ് ചെയ്യാണ്. ഈ മെർജറിന് ശേഷം ഒരു ഗ്ലോബൽ ജയൻ്റ് ആയിട്ട് മാറുകയാണ് ആനിമൽ ഹെൽത്ത് കെയർ സെക്ടറിൽ. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ നല്ല റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് സീക്വൻസ് സയൻറ്റിഫിക്. മെർജറിന് ശേഷം ഫൈനാൻഷ്യൽ പവറും കൂടുകയാണ്. മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ SJVN 48,000 കോടി രൂപ വരെ പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് 2 MOU സൈൻ ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ. SJVനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി ഗ്രീൻ ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിട്ടുണ്ട് ടോട്ടൽ എനർജി ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ. ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് $444 മില്യൺ ആണ്. സോളാർ പ്രൊജക്റ്റുകളുണ്ട് ഗുജറാത്തിൽ, അവിടെയാണ്. അഡാനി ഗ്രീനിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റൈറ്റ്സ് വീണ്ടും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇതൊരു ഓർഡർ ബാക്ക് ചെയ്തിരിക്കുകയാണ്. 87.58 കോടിയാണ് ഓർഡർ സൈസ്. റെയിൽ ടെല് 155.72 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇതും മഹാരാഷ്ട്രയിൽ നിന്നാണ്. പ്രതാപ് സ്നാക്സ്, ഓതം ഇൻവെസ്റ്റ്മെൻറ്റ്സും മധു കൈലും കൂടി ഓപ്പൺ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 864 രൂപ പെർ ഷെയറാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ വലിയ കപ്പാസിറ്റി എക്സ്പാൻഷനാണ് പോകുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം കോപ്പർ മൈനിങ്ങിൽ ഇന്ത്യയിലുള്ള ഏക കമ്പനിയാണ്, പബ്ലിക് സെക്ടർ കമ്പനിയും കൂടിയാണ്. അപ്പോൾ കോപ്പർ പ്രൈസ് കൂടുന്നത് ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. തെർമാക്സ് അതുപോലെ തന്നെ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാനും വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും തെർമാസിനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് പീക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളൊക്കെ വളരെ മുമ്പ് തന്നെ നിഫ്റ്റിയും സെൻസെക്സൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ടാർഗറ്റുകളിലേക്ക് മുന്നേറുകയാണ്. എന്നിരുന്നാലും എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ കുറേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. മെറ്റൽ സ്റ്റോക്കുകൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ചൈനീസ് റിക്കവറി ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മെറ്റൽസിനാണ്. അപ്പോൾ ഹിൻഡാൽക്കോ
വേദാന്ത ലിമിറ്റഡ്, അതുപോലെ ടാറ്റ സ്റ്റീൽ, JSPL, സെയിൽ, NMDC ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഹ്യൂജ് പൊസിഷൻ ബിൽഡപ്പ് തന്നെയാണ് ഹിൻഡാൽകോ, വേദാന്ത, അതുപോലെ തന്നെ JSPL, ടാറ്റ സ്റ്റീലിലൊക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലും കാണുന്നു. ഒക്ടോബർ സീരീസിലേക്കുള്ള റോൾ ഓവറും വളരെ ഹൈ ആണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഒന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഹിൻഡാൽകോ റെയിൽവേ എൻട്രിക്ക് അനൗൺസ്മെൻറ്റിന് ശേഷം കാര്യമായിട്ടുള്ളൊരു അപ്പ് മൂവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹിൻഡാൽകോ നല്ല രീതിയിൽ മുന്നേറാണ്. വേദാന്ത ഇൻ്ററിൻ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് വരികയാണ്. ഒപ്പം ഡീമർജർ പ്ലാനുകളുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അടുത്ത ദിവസങ്ങളിൽ അവൈലബിൾ ആവും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടറിനാണ് കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അക്രോസ് ദ ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് ഒരു റാലി തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടാവും, വൊളാറ്റിലിറ്റി വരാം. അടുത്ത 2 ആഴ്ചകൾക്കുള്ളിൽ ധാരാളം പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇവൻറ്റുകളൊക്കെ മാർക്കറ്റിൽ വരാനും ഉണ്ട്. അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.